യൂറിനറി ഇൻഫെക്ഷന്റെ ഒരു ടെൻഡൻസി ഉള്ളവര് പൊതുവെ കാലത്ത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട, അപ്പൊ ഈ ചൂട് കാലത്ത് ഇവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ കൂടെ ഇത്തരക്കാർ പൊതുവെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഇത്തിരി മടിയായിരിക്കും. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വരുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കൂടെ മൂത്രനാളിയുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകൾ, അതുപോലെ കിഡ്നി സ്റ്റോൺ, ഇത്തരം രോഗാവസ്ഥകൾ കൂടെ വരുന്ന പ്രകൃതക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കൂടി കുറയും ചെയ്യുക. പിന്നെ ഈ ചൂടുകാലത്ത് തീരെയും വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകൾ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പൊതുവെ നിർദ്ദേശിക്കാറുള്ള മരുന്നുകളെ പറ്റി പറയുകയാണെങ്കിൽ പുനർനവാദി കഷായം, പുനർനവാസവും, ചന്ദ്രപ്രഭ ഗുളിക, വീരധരാധ്യാസവും, ഇങ്ങനെ ഒട്ടനവധി ഗുളിക യോഗങ്ങളും കഷായങ്ങളും അരിഷ്ടയോഗങ്ങളും ഒക്കെ ആയുർവേദ ഗ്രന്ഥങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയാനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന സംഗതികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം നിങ്ങൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന സംഗതികൾ, ഉഷ്ണകാലമാണ് പൊതുവെ, അതുകൂടാതെ നിങ്ങൾ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന ആഹാരങ്ങളും ശീലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കഴിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന സംഗതികളാണ് ഈ കോഴിയും കോഴിമുട്ടയും അച്ചാറും കട്ടത്തൈരും എണ്ണയിൽ വറുത്ത സാധനങ്ങളും ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള, എരിവുള്ള, അതുപോലെ മദ്യം, പുകയില, ഇത്തരം സംഗതികളൊക്കെ, ഉപ്പ്, എരിവ്, പുളി, എണ്ണ, ഇതിന്റെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കാനോ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ചൂടുകാലത്ത് കൂടെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നവരാണെങ്കിൽ. ഓക്കെ, എന്നിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലാക്കാം. മിനിമം 2-3 ലിറ്റർ വെള്ളം ഇത്തരക്കാർ പതിവായിട്ട് നിത്യേന കുടിക്കുന്നത് ശീലാക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ രോഗാവസ്ഥ നിങ്ങൾക്ക് കുറഞ്ഞു വരുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് സഹായകരമായ ചില സംഗതികളൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് ദ്രാക്ഷ, വൈറ്റിസ് വിനിഫെറ, മുന്തിരിങ്ങ ഉണ്ടല്ലോ, ഇത് ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹവും കഫക്കെട്ടും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ. ഓക്കെ, ഈ ചൂടുകാലത്ത് ഇത് അത്ര പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം മുന്തിരി തണുപ്പാണ്, ദ്രാക്ഷയ്ക്ക് ശീതവീര്യാണ്. ഓക്കെ, അപ്പൊ അത് ഒരുപാട് ആയുർവേദ മരുന്നുകൾ, പ്രത്യേകിച്ച് ദ്രാക്ഷാദി കഷായവും ദ്രാക്ഷാദി ലേഹ്യവും ഒക്കെ തയ്യാറാക്കാനായിട്ട്, ദ്രാക്ഷാരിഷ്ടവും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ മുന്തിരി ധാരാളമായിട്ട് കഴിക്കാം. ഇനിയിപ്പോ നമുക്ക് ഈ പച്ചമുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളവരുണ്ട്. അത്തരക്കാര് ഉണക്കമുന്തിരി വാങ്ങിയിട്ട് ഒരു രാത്രി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെക്കുക. പിറ്റേന്ന് രാവിലെ അതൊന്ന് തിരുമ്മി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം അങ്ങനെ കുടിക്കാം. ഇങ്ങനെ നിത്യേന മുന്തിരി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും വിശേഷമായിട്ട് ശ്രേഷ്ഠമായിട്ട് ഈ അവസ്ഥയിൽ യൂറിനറി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശീലിച്ചിരിക്കേണ്ട സംഗതിയാണ് ദിവസത്തിൽ ഒരു ഇളനീരെങ്കിലും കുടിക്കുന്നത് ശീലാക്കുക. അത് തീർച്ചയായിട്ടും ഈ മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകൾക്കൊക്കെ ശമനം ലഭിക്കുന്നതിന് സഹായകരമാകും. നമുക്ക് കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് വളരെ അനുയോജ്യമാണ്, സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നിത്യേന ഒരു ഇളനീര് കുടിക്കുന്നത് ശീലാക്കണം. അതുപോലെ തന്നെ നമുക്ക് മല്ലിയിട്ട വെള്ളം, മല്ലിക്ക് തണുപ്പാണ്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അതായത് മല്ലി നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് ആഗിരണം ചെയ്തതിന് ശേഷം തണുപ്പാണ് ഉളവാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലി ഉണ്ടല്ലോ, മല്ലി വിത്ത്, ഇത് നമുക്കൊരു 2-3 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു 20 മിനിറ്റ് വെട്ടി തിളപ്പിക്കുക. അത് കഴിഞ്ഞാൽ ആ മല്ലി അരിച്ച് കളയുക. ഈ വെള്ളം വേണമെങ്കിൽ ഫ്ലാസ്കിൽ വെക്കാം. പിന്നെ ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് നിങ്ങൾക്ക് ചൂടുവെള്ളം കുടിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. എന്നാലും ഫ്രിഡ്ജിൽ വെക്കരുത്. അറ്റ്ലീസ്റ്റ് റൂം ടെമ്പറേച്ചറിലെങ്കിലും ആ വെള്ളം കുറേശ്ശെ ഒരു ദിവസം കൊണ്ട് പലവട്ടായിട്ട് കുടിച്ച് തീർക്കുന്നത് തീർച്ചയായിട്ടും സഹായകരമാകും. അതുപോലെ തന്നെയാണ് നമുക്ക് ജീരകവെള്ളം. ജീരകവെള്ളത്തിനും ഒരു ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നീർക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾ, മൂത്രനാളി സംബന്ധമായിട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ സഹായകരവും ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഇനി അതുപോലെ മറ്റൊരു സംഗതിയാണ് ത്രിഫല. കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും ചേർത്ത് പൊടിച്ചെടുക്കുന്ന ചൂർണ്ണമാണ് ത്രിഫല ചൂർണ്ണം. വരാചൂർണ്ണം എന്നും പറയും. അങ്ങാടി കടകളിൽ അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് 1 ടീസ്പൂൺ ഒരു കാഗ്ലാസ് തിളച്ച വെള്ളത്തിൽ കലക്കി രാത്രി കിടക്കാൻ നേരത്ത് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിൽ ചൂട് കുറയുന്നതിന്, അതുപോലെ ഇൻഫ്ലമേഷൻ കുറയുന്നത്, മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകൾ കുറയുന്നതിന്, അതുപോലെ സുഖശോധന ലഭിക്കുന്നതിന്, പ്രത്യേകിച്ച് ചൂട് കൂടി വരുന്ന സമയത്ത് ആമാശയത്തെ ആശ്രയിച്ച് കഫദോഷമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആ കഫത്തെ മലശോധന വഴി പുറത്തു കളയുന്നതിന് ഒക്കെ സഹായകരവും ത്രിഫല ചൂർണ്ണം പതിവായിട്ട് രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപോ 1 മണിക്കൂർ ശേഷമോ കാഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുന്നത്, നിത്യേന ശീലിക്കുന്നത് വളരെ സേഫാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന്. ത്രിഫലയെ പറ്റി മുൻപ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിസരങ്ങളിൽ കിട്ടുമെങ്കിൽ ശേഖരിച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്ന ചില ഔഷധദ്രവ്യങ്ങൾ പറയാം. അതായത് പുനർനവ, തവിഴാമ, തഴുതായ്മ എന്നൊക്കെ വിളിക്കുന്ന ബൊറേവിയ ഡിഫ്യൂസ എന്ന ബൊട്ടാനിക്കൽ നെയിമുള്ള ഈ തവിഴാമ ചേർത്താണ് നമ്മൾ ഈ പുനർനവാസവും പുനർനവാദി കഷായും ഒക്കെ തയ്യാറാക്കുന്നത്. ഈ തഴുതായ്മയുടെ ഇല നുള്ളിയെടുത്ത് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ അത് സമൂലം പറിച്ചെടുത്തിട്ട് ചതച്ചിട്ട് വെള്ളം വെന്ത് ആ വെള്ളം കുടിക്കാനായിട്ട് എടുക്കാറുണ്ട്. ഇതൊക്കെ ശരീരത്തെ തണുപ്പിക്കുന്നതിന്, നീർക്കെട്ട് കുറയ്ക്കുന്നതിന്, മൂത്രനാളി സംബന്ധമായ രോഗങ്ങൾക്ക് സമാധാനം കിട്ടുന്നതിന്, അതുപോലെ കിഡ്നി സ്റ്റോണോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വിശേഷമായിട്ടുള്ള ഒരു ഔഷധമാണ് പുനർനവ എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന, തഴുതായ്മ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ബൊറേവിയ ഡിഫ്യൂസ എന്ന് ബൊട്ടാനിക്കൽ നെയിമുള്ള ഈ ഔഷധ സസ്യം. ഓക്കെ, ഇതേപോലെ തന്നെ മിക്കവാറും മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകളിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഞെരിഞ്ഞിൽ. ട്രിബുലസ് ടെറസ്ട്രിസ് എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഗോക്ഷുരം എന്നാണ് സംസ്കൃതം പേര്. അതായത് ഈ ഞെരിഞ്ഞിൽ മുള്ള്, ഞെരിഞ്ചി മുള്ള് എന്ന് തമിഴിൽ പറയില്ലേ, ഇത് അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊരു പിടി ഒരു ശീലയിൽ കിഴി കെട്ടിയിടുക. എന്നിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു പിടി ഒന്ന് ചതച്ചോ
എന്നിട്ട് ഒരു ശീലയിൽ, ഒരു പരുത്തി ശീലയിൽ കിഴി ഇട്ടിട്ട് 2-2.5 ലിറ്റർ വെള്ളത്തിലിട്ട് ഒരു 10-20 മിനിറ്റ് തിളപ്പിക്കുക. അത് കഴിഞ്ഞാൽ ആ ചണ്ടി, ആ കിഴി അങ്ങോട്ട് പിഴിഞ്ഞ് കളയാം. കിഴിയായിട്ട് ഇടാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് മുള്ളുണ്ട്. അപ്പൊ തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തില്ലെങ്കിൽ ആ മുള്ള് ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു കിഴി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ചതച്ച് കിഴി കെട്ടിയിട്ടാൽ ആ കിഴി അങ്ങോട്ട് പിഴിഞ്ഞ് കളഞ്ഞാൽ ഈ വെള്ളം 2-3 ലിറ്റർ ദിവസേന പതിവായിട്ട് കുടിക്കുന്നതും ഈ മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകൾ ശമിക്കുന്നതിന് നല്ലതാണ്. അതുപോലെ മറ്റൊരു സംഗതിയാണ് നെല്ലിക്ക. പച്ചനെല്ലിക്ക നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാം. അതിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും നിങ്ങൾക്ക് ലഭിക്കും. ഒപ്പം തന്നെ ശരീരത്തെ തണുപ്പിക്കുന്നതിന് സഹായകരമാവും. മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകളും ഫലപ്രദമാണ്. ഈ മല്ലി ഉപയോഗിച്ചാൽ നല്ല എന്ന് പറഞ്ഞല്ലോ. മല്ലി ഉപയോഗിക്കുമ്പോൾ വേറെ 2 ഗുണങ്ങളും കൂടി ഉണ്ട്. അതായത് രക്തശുദ്ധി വരുത്തുന്നതിന് സഹായിക്കുന്നുണ്ട്, ശരീരത്തെ തണുപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശരീരഭാരം കുറയുന്നതിനും സഹായകരമാകുന്നുണ്ട് മല്ലിയിട്ട് വെന്ത വെള്ളം കുടിക്കുന്നത്. ഓക്കെ, പതിവായിട്ട് 2-3 ലിറ്റർ ഡെയിലി ഇതിനെ കഴിക്കണം കേട്ടോ, മുടങ്ങാതെ കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ജീരകം ചെറുങ്ങനെ വറുത്തിട്ട് 10-15 ഗ്രാം മതി, അതൊരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സമാധാനം കിട്ടും. ഒപ്പം തന്നെ ഈ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബിയൽ എഫക്ട് ഉള്ളതുകൊണ്ട് മൂത്രനാളി സംബന്ധമായ രോഗങ്ങൾക്കും സമാധാനം കിട്ടുന്നതാണ്. ഗ്യാസ് ട്രബിളും ബ്ലോട്ടിങ്ങും വയറുവീർപ്പ്, കീഴ്വായു ശല്യം, ഏമ്പക്കം ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും സമാധാനം കിട്ടുന്നതിന് സഹായകരമാവും ജീരകം ഇട്ട് വെന്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ. നെല്ലിക്ക ജ്യൂസ് അടിച്ച് കഴിക്കുകയോ അതല്ലെങ്കിൽ 3-4 നെല്ലിക്ക ചവച്ചരച്ച് കഴിക്കുകയോ ചെയ്യാം. ഇത് നമുക്ക് വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ഉണ്ടാവുന്നു. ചർമ്മ സംരക്ഷണത്തിനും ആന്റി ഏജിങ് എഫക്റ്റ് ഒക്കെ ഉള്ള സംഗതിയാണ് നെല്ലിക്ക. ഇതേ നെല്ലിക്ക അതിന്റെ കൂടെ കടുക്കത്തോടും താനിക്കത്തോടും കൂടെ ചേർന്നാണ് ത്രിഫല. ഓക്കെ, ഇത് ത്രിഫല ചൂർണമായിട്ട് കഴിക്കാം. ത്രിഫല ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് എടുക്കാം, അത് കുടിക്കാനായിട്ട് എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു രസായന ഔഷധമായിട്ടാണ് ത്രിഫലയെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആന്റി ഏജിങ് എഫക്റ്റ് ഉണ്ട്. മറ്റ് രോഗങ്ങൾ നമ്മളെ ബാധിക്കാതെ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത്തരം മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകൾ, ആമാശയത്തെ ആശ്രയിച്ച് കഫക്കെട്ടുണ്ടാകുന്നത്, ഇതൊക്കെ ശമിക്കുന്നതിനും ത്രിഫല ചൂർണ്ണം നിത്യേന സേവിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ വ്യത്യസ്ത രോഗാവസ്ഥകൾ, വ്യത്യസ്ത ദേഹപ്രകൃതി അനുസരിച്ച് നിശ്ചയിക്കാറുണ്ട്. അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട ഔഷധങ്ങൾ ഏതാണെന്നും അതിന്റെ മാത്രയും അതിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കേണ്ട ഔഷധങ്ങൾ ഏതാണെന്നും ഒക്കെ നിശ്ചയിക്കുന്നതിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടർ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒപ്പം തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഉപ്പ്, എരിവ്, പുളി, എണ്ണ ഇവയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതുപോലെ മദ്യം, പുകയില, പുകവലി ഇത്തരം സംഗതികളും ശരീരത്തിൽ ചൂട് കൂട്ടുന്നതാണ്. കൂടെ മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകൾ ഉള്ളവരാണ്, പ്രത്യേകിച്ച് വെള്ളം കൂടി കുറവാണ്, പ്രത്യേകിച്ച് ചൂട് കാലമാണ്. അതുപോലെ മൂത്രനാളി സംബന്ധമായ എന്ത് രോഗാവസ്ഥകളായിട്ടാണെങ്കിലും രോഗികൾ കൺസൾട്ടേഷന് വരുമ്പോൾ ഞാൻ അവരോട് പൊതുവെ പറയാറുള്ള ചില സംഗതികൾ കൂടെ അവിടെ കൂട്ടിച്ചേർക്കാം. അതായത് ഔഷധങ്ങൾ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും രോഗപ്രകൃതിക്കും ദേഹപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കും. ഒരേ മരുന്നുകളായിരിക്കില്ല പലപ്പോഴും പലർക്കും. ഓക്കെ, എല്ലാവരോടും പൊതുവെ പറയാറുള്ള ചില സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാഴപ്പിണ്ടി ഉണ്ടല്ലോ, നമുക്ക് കേരളത്തിലെ അവസ്ഥ വെച്ച് നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. വാഴപ്പിണ്ടി ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ഔൺസ് പതിവായിട്ട് ഇത്തരം രോഗികളോട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഇത് നിത്യേന കൃത്യമായിട്ട് പതിവായിട്ട് ശീലിക്കുകയാണെങ്കിൽ അവർക്കൊരു ആശ്വാസം ലഭിക്കാനായിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും മുതിരയും കൂടെ തോരൻ വെച്ച് പതിവായിട്ട് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ദാഹശമനി പോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ബൃഹത്യാദി ചൂർണ്ണമൊക്കെ പൊതുവെ പറയാറില്ലേ. എന്നിരുന്നാലും മറ്റു രോഗാവസ്ഥകളും കൂടെ പരിഗണിച്ചുകൊണ്ട് പാനജനത്തിനായിട്ട് ചൂർണ്ണങ്ങളൊക്കെ വ്യത്യസ്തപ്പെടുത്താറുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ ബൃഹത്യാദി ചൂർണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൃഹത്യാദി ചൂർണ്ണം ഇതൊരു 2-3 സ്പൂൺ എടുത്തിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 20 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ആ ചണ്ടി അങ്ങോട്ട് അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം ഒരു ദിവസം കൊണ്ട് പലവട്ടായിട്ട് ഒരു 9 മണിക്ക് 5 മണിക്ക് ഇടയ്ക്ക് കുറേശ്ശെ കുടിച്ചു തീർക്കാനായിട്ടും കൂടെ പറയാറുണ്ട്. അതും തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകളിലെല്ലാം തന്നെ ആശ്വാസം ലഭിക്കുന്നതിന് സഹായിക്കാറുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആവർത്തിച്ച് കണ്ട് മനസ്സിലുറപ്പിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം ആയുർവേദം.